എൻ്റെ പേര് ധന്യ. ഞാൻ 2 മാസമായി ശ്രീജ ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ്. ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ യോഗശ്രീയുടെ പടി കയറുന്നത്. എന്തായിരുന്നു എന്റെ പ്രശ്നങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ ഞാനിപ്പോ ഭയങ്കര റിലാക്സ്ഡ് ആണ് ഇന്നിവിടെ നിൽക്കുന്നത്. പ്രധാനമായിട്ടും എനിക്ക് ഹാർട്ടിനെ റിലേറ്റ് ചെയ്ത് ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ടെൻഷൻ വരുമ്പോൾ കൂടുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിന് ഞാൻ 1.5 വർഷത്തോളമായിട്ട് സ്മിത ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറി കഴിയുമ്പോൾ ഹാർട്ട് ബീറ്റ് അങ്ങ് കൂടും. പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് ഡൗൺ ആകും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. മരുന്ന് ഉണ്ടെങ്കിലും എനിക്ക് എന്റെ പ്രശ്നങ്ങളിൽ നിന്നും നല്ലൊരു രീതിയിൽ മുക്തി നേടാനായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വരുന്ന ഹോർമോൺ പ്രോബ്ലംസ്, അത് കോവിഡിന് ശേഷം എന്നെ നന്നായി ബാധിച്ചിരുന്നു. പീരിയഡ് സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ദേഷ്യം വരിക, ഇമോഷണലി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, കുട്ടികളോടും വീട്ടിലെല്ലാത്തിനോടും ദേഷ്യം, റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് കാര്യം അറിയാതെ ചുമ്മാ സങ്കടം വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം നല്ലൊരു പരിഹാരം ഇപ്പൊ 2 മാസം കൊണ്ട് നല്ല രീതിക്ക് തന്നെ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ മൈഗ്രെയിൻ, സ്ട്രെസ്, ഒരു സിംഗിൾ പാരന്റിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സ്ട്രെസ് ഉള്ള ഒരു രീതിയായിരുന്നു എനിക്ക്. അപ്പം പെട്ടെന്നൊരു കാര്യം കിട്ടുമ്പോൾ തന്നെ എനിക്ക് സ്ട്രെസ് അടിക്കും. അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ആൻസൈറ്റി, ഇമോഷണൽ പ്രോബ്ലംസ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം. അതിനും നല്ല രീതിക്ക് ഇപ്പൊ കുറവ് വന്നിട്ടുണ്ട്. മൈഗ്രെയിന്റെ വരുന്ന ഒരു ഫ്രീക്വൻസി ഒക്കെ എനിക്കിപ്പോ കുറഞ്ഞ്, പെട്ടെന്ന് തന്നെ മരുന്നില്ലാതെ തന്നെ എനിക്കിപ്പോ കുറഞ്ഞ് നല്ലൊരു വ്യത്യാസം വന്ന് പൊതുവെ മൊത്തത്തിൽ ഒരു റിലാക്സ്ഡ് ആയ ഒരു ലൈഫാണ് ഇപ്പൊ എനിക്ക് 2 മാസമായിട്ട് ശരിക്കും ഇപ്പൊ കിട്ടുന്നത്. ഭയങ്കരമായ റിലാക്സേഷൻ. അതുപോലെ തന്നെ നടുവേദന എനിക്കൊരു വലിയ ബേർഡൻ ആയിരുന്നു. കുനിഞ്ഞുള്ള ജോലികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ചെറിയൊരു ഡിസ്ക് ബൾജിങ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കുനിഞ്ഞു നിന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിവരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, മുട്ടുവേദന, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ നല്ല രീതിക്ക് തന്നെ എനിക്കിപ്പോ നന്നായി കുനിഞ്ഞുള്ള ജോലികൾ ചെയ്യാം. അതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് കാരണം എനിക്ക് നല്ല രീതിയിൽ ആഹാരങ്ങൾ കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്റെ വെയിറ്റ് ഒരുപാട് എനിക്ക് കുറഞ്ഞു ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കാരണം. നല്ല ആഹാരങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല. അത് വയറിന് ഭയങ്കര പ്രശ്നം, ഡിസ്കംഫോർട്ട് ആയിരുന്നു. ഇതെല്ലാം തന്നെ നല്ല രീതിക്ക് ഇപ്പൊ കുറഞ്ഞു. എനിക്കിപ്പം വെയിറ്റ് ഒരു 1.5 കിലോയോളം എനിക്കിപ്പോ കൂടി. 1.5 വർഷമായിട്ട് ഞാൻ ഗ്യാസ്ട്രൈറ്റിസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ഇമ്പ്രൂവ്മെന്റും എനിക്ക് അതിൽ നിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറെ ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം മാറ്റി മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡയറ്റ്, അതിൽ നിന്ന് എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നിയില്ല. പക്ഷെ ഈ ഒരു യോഗയിലൂടെ എനിക്കിപ്പോ 2 മാസമായി ഞാൻ മരുന്ന്, ഇവിടെ വന്നേ പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. ഇതുവരെ ഗ്യാസിന്റെ ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല. എന്റെ വെയിറ്റ് ഒരു 1.5 കിലോയോളം എനിക്ക് കൂടി. ഒരു ഹെൽത്തി ആയൊരു ലൈഫാണ് ഇപ്പോൾ ഞാൻ 2 മാസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രശ്നങ്ങൾ ആദ്യം ഞാൻ തന്നെ ശ്രീജ ടീച്ചറിനോട് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു, ഇതൊക്കെയാണ് തന്റെ പ്രശ്നം, ഓവർ ആങ്സൈറ്റി, ഓവർ ഇതുകൊണ്ടുണ്ടാവുന്നതാണ് തന്റെ പ്രശ്നം. വേറെ തനിക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല, ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യങ്ങളും ഇല്ല. ഒരു വലിയ രോഗിയെ പോലെയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. ടീച്ചർ ആദ്യം തന്നെ എനിക്ക് ഭയങ്കരമായൊരു എന്താ പറയുന്നത് സമാധാനിപ്പിച്ചു തന്നെ, തനിക്ക് രോഗങ്ങളൊന്നുമില്ല, എല്ലാം മാറിക്കൊള്ളുന്നു. ടീച്ചറിന്റെ ഒരു വലിയ ഹെൽപ്പ് തന്നെ. ടീച്ചർ ആദ്യം തന്നെ മാനസികമായി എന്നെ ഒന്ന് ടീച്ചർ പിടിച്ച് ബലപ്പെടുത്തി. അതിനുശേഷം യോഗയിലൂടെ തന്നെ ടീച്ചർ നല്ലൊരു സപ്പോർട്ട് തന്ന്, ക്ലാസ്സുകളൊക്കെ നല്ല രീതിക്ക് എല്ലാം പറഞ്ഞു തന്ന്. ഞാൻ നേരത്തെ യോഗ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിനൊക്കെ ടച്ചൊക്കെ വിട്ടുപോയായിരുന്നു. പക്ഷെ ടീച്ചർ എല്ലാം നല്ല ക്ഷമയോടുകൂടി അതെല്ലാം പറഞ്ഞു തന്ന്, എല്ലാം നമ്മുടെ തെറ്റുകളെല്ലാം തിരുത്തി നല്ല രീതിക്ക് ക്ലാസ് എടുത്തന്ന് എനിക്കിപ്പം നല്ലൊരു മാനസികമായും നല്ലൊരു വ്യത്യാസം ഇവിടെ വന്നതിന് ശേഷമുണ്ട്.